നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ് നാം കഴിഞ്ഞ ക്ലാസ് വരെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നു മുതൽ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം കാണാൻ പോകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് 7-ാം അധ്യായം ആരംഭിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. അത് 2 കൊറിന്തോസ് 7-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, വിശുദ്ധ പൗലോസിനും തിമോത്തിയോസിനും എവിടെ ചെന്നപ്പോൾ വിശ്രമമില്ലായിരുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം, മക്കദോനിയായിൽ. അത് 7-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം, 7-ാം അധ്യായത്തിൽ ഞങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ആരെയൊക്കെയാണ്? ഉത്തരം, വിശുദ്ധ പൗലോസ്, സഹോദരൻ തിമോത്തിയോസ്. നാലാമത്തെ ചോദ്യം, ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് അവർക്ക് ആശ്വാസമേകിയത്? ഉത്തരം, തീത്തോസിൻ്റെ. അത് 7-ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് എന്തിലായിരുന്നു സന്തോഷം? ഉത്തരം, നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. അത് 7-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം, നിങ്ങളുടെ ദുഃഖം ആരുടെ ഹിതപ്രകാരമായിരുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം, ദൈവഹിതപ്രകാരം. അത് 7-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം, രക്ഷാകരമായ പശ്ചാത്താപം. അത് 7-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം, ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത്? ഉത്തരം, മരണത്തിലേക്ക്. അത് 7-ാം അധ്യായം 10-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല, പിന്നെ ആരെ പ്രതി എഴുതിയെന്നാണ് പറയുന്നത്? ഉത്തരം, ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിവാക്കപ്പെടേണ്ടതിന്. അത് 7-ാം അധ്യായം 12-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം, ആരോട് മേനി പറഞ്ഞ് സത്യമാണെന്ന് തെളിഞ്ഞുവെന്നാണ് പറയുന്നത്? ഉത്തരം, തീത്തോസിനോട്. അത് 7-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് ഉള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.